അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് വലിയ വേദന ഉണ്ടായിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു. എൻ്റെ സമുദായം ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇനി ആ സങ്കടവും വിഷമമൊക്കെ തീർത്തു കൊടുക്കുകയും ആശ്വസിപ്പിക്കേണ്ടതും അല്ലാഹ് തന്നെയല്ലേ. ആ വചനാണ് വലാ തഹ്സൻ അലൈഹിം വലാ തകുൻ ഫീ ദൈഖിൻ മിമ്മാ യംകുറൂൻ. വലാ തഹ്സൻ അലൈഹിം. അല്ലാഹു തആല റസൂലുള്ളാഹിനോട് പറയാണ്, വലാ തഹ്സൻ അലൈഹിം, ലാ തഹ്സൻ, എനിക്ക് നീ സാഡാവണ്ട, നീ ദുഃഖിതനാവണ്ട. വലാ തഹ്സൻ, നീ ദുഃഖിക്കണ്ട. അലൈഹിം, അവരുടെ കാര്യം ഓർത്തിട്ട്. അവരുടെ മേൽ നബിയെ നിങ്ങൾ ദുഃഖിക്കണ്ട, നീ ദുഃഖിക്കരുത്. നിങ്ങളെന്തിനാ ദുഃഖിക്കുന്നത്? സാരല്ല, നിങ്ങൾ ഡ്യൂട്ടി നിങ്ങൾ നിർവഹിക്കുന്നില്ലേ, പറഞ്ഞു കൊടുക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. നബിയെ നീ ഉത്ബോധനം നടത്തുക, താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബി മുസൈത്തിർ, നിങ്ങൾ അവരുടെ മേൽ അധികാരം ചെലുത്തുന്നയാളല്ല, ഇനി കഴിയൂല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ നേർവഴിയിലാക്കാനൊന്നും താങ്കളെ കൊണ്ട് പറ്റില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹു അത്രേ അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നത്. അതുകൊണ്ട് വിഷമിക്കണ്ട. വലാ തഹ്സൻ അലൈഹിം വലാ തകുൻ, താങ്കളായിത്തീരുകയും ചെയ്യരുത്. ഫീ ദൈഖിൻ, ഹൃദയ ദുഃഖത്തിൽപ്പെട്ടു പോകരുത്. ദൈഖിലാവരുത്, നിങ്ങളെ മനസ്സ് വല്ലാതെ വിഷമിച്ചു പോകരുത്. ദൈഖ്, മനസ്സ് ഇടുങ്ങണൊരവസ്ഥ, മനസ്സിങ്ങനെ തിങ്ങുക. അങ്ങനെയല്ല, നമുക്ക് വേദന വരുമ്പോൾ മനസ്സിങ്ങനെ തിങ്ങും അല്ലേ. നിങ്ങളെ മനസ്സ് വല്ലാതെ തിങ്ങരുത്. മിമ്മാ യംകുറൂൻ, അവർ കാണിച്ചു കൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങളൊക്കെ ഓർത്തിട്ട് നിങ്ങളുടെ മനസ്സ് വിഷമിക്കരുത് നബിയെ. നിങ്ങൾക്കൊന്നും സംഭവിക്കാല്ല, അവരവരുടെ പാട്ടിന് പോയിക്കോട്ടെ. നിങ്ങളിത് പറഞ്ഞു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക. അവരുടെ മനസ്സ് മാറ്റലൊന്നും നിങ്ങളെ ജോലിയല്ല. പിന്നെന്തിനാ നിങ്ങൾ വിഷമിക്കണം? ആശ്വസിപ്പിക്കണം. ആ ആശ്വാസത്തിൻ്റെ വാക്കുകൾ വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. പലയിടത്തും ഇങ്ങനെ പ്രവാചകൻ ഇങ്ങനെ പലപ്പോഴും വിഷമം പറയും, അല്ലാഹ് അപ്പോൾ ആശ്വസിപ്പിക്കും. അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞ ആളുകളോട് ഇല്ല, റബ്ബിന് മക്കളില്ല, ഇണയില്ല, തുണയില്ല എന്നൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ പിന്നെ അതന്നെ പറഞ്ഞപ്പോൾ സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ കാണാം, ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. നിങ്ങളുടെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലേ, നിങ്ങളെ ജീവൻ തന്നെ അങ്ങ് പോക്കിക്കളഞ്ഞാലോ എന്നൊക്കെ തോന്നുന്നുണ്ടല്ലേ, മരിച്ചു പോയാലോ എന്നൊക്കെ തോന്നുന്നുണ്ടല്ലേ ഇവർ വിശ്വസിക്കാത്തത് കൊണ്ട്. വിഷമിക്കണ്ട നബിയെ, നിങ്ങൾ വിഷമിക്കണ്ട, അതിനൊന്നും നിങ്ങൾ ബേജാറാവണ്ട, വിഷമിക്കണ്ടട്ടോ. ഇതിങ്ങനെ അള്ളാഹു മുത്തു മുസ്തഫയെ ആശ്വസിപ്പിക്കുന്ന വചനം ഖുർആനിൽ വേറെയും സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ നല്ല ധൈര്യവും സ്ഥൈര്യമൊക്കെ തരുന്നതുകൊണ്ടാണ് നിങ്ങൾ ഉറച്ചു നിൽക്കണത്, ഇല്ലെങ്കിൽ നിങ്ങളും അങ്ങോട്ട് ചാഞ്ഞു പോകുമായിരുന്നു. സൂറത്തുൽ ഇസ്രായിൽ പറയുന്നുണ്ട്, വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ശൈഅൻ ഖലീലാ ഇദല്ല അദഖ്നാക ദുഅഫൽ ഹയാത്തി വദുഅഫൽ മമാത്. സൂറത്തുൽ ഇസ്രാ അല്ലാഹു നബിയോട് പറയണം, വലൗലാ അൻ സബ്ബത്നാക, നബിയെ നിന്നെ ഞാൻ നന്നായിട്ടാണ്ട് ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ശൈഅൻ ഖലീലാ, കുറച്ചൊക്കെ നീയും അവരുടെ കൂട്ടത്തിലേക്ക് അങ്ങ് ചാഞ്ഞു പോവുക തന്നെ ചെയ്യുമായിരുന്നു. അങ്ങനെ എങ്ങാലും നീ ചാഞ്ഞു പോയാൽ എന്താ സംഭവിക്ക? ഇതല്ല അദഖ്നാക, നിന്നെ ഞാൻ രുചിപ്പിക്കുക തന്നെ ചെയ്യും. ളിഅഫൽ ഹയാത്തി വളിഅഫൽ മമാത്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും കയ്പ് നീര് നീ കുടിക്കേണ്ടി വരുമായിരുന്നു. ഇരട്ടി ശിക്ഷ നിനക്കുണ്ടാവുന്നു. പക്ഷെ അള്ളാഹിന്റെ റസൂൽ പഴിച്ചിട്ടില്ല. മാ ضل സാഹിബുക്കും വമാ ഗവ, പഴിച്ചിട്ടില്ല, പഴക്കാൻ നോക്കിയിട്ടില്ല. കാരണം എന്താ അറിയോ? അള്ളാഹിന്റെ പ്രത്യേക ഇസ്മത്തുണ്ട്, കാവലുണ്ട്. അതാ മഅസൂം. പ്രവാചകന്മാര് മഅസൂമുകളാണ്, അവർക്ക് റബ്ബിന്റെ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാവും, അവർ കാവലുണ്ട്. നമുക്കൊന്നും അതില്ലേ, നമുക്കൊന്നും അതില്ലാത്തവരാ. എങ്ങോട്ടും പോകാം, എവിടെയും പോകാം, എവിടേക്കും ചാടാം, എന്തും സംഭവിക്കാവുന്ന പ്രകൃതം മനുഷ്യന്റെ പ്രകൃതം. ആ മനുഷ്യരിൽ ഉന്നതരായ വ്യക്തിത്വങ്ങളായ പ്രവാചകന്മാർക്കാവട്ടെ അവർക്ക് ഇസ്മത്തുണ്ട്, പാപ സുരക്ഷിതത്വമുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്കതില്ല. അതുകൊണ്ട് വളരെ കരുതൽ വേണം, വളരെ കരുതൽ വേണമെന്നാണ്. ഇപ്പം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മനോവേദനക്ക് അല്ലാഹു തആല പറയണം, അവരെന്ത് കുതന്ത്രം കളിച്ചാലും നബിയെ അതൊന്നും ഓർത്തിട്ട് നിങ്ങളുടെ മനസ്സ് ടെൻഷൻ ആവരുത്. നിങ്ങളെ മനസ്സ് അതുകൊണ്ട് വലാ തകുൻ, നീ ആയിത്തീരുത് ഫീ ദൈഖിൻ, മനോവിഷമത്തിൽ മനസ്സ് കുടുങ്ങിപ്പോകരുത്.
മിമ്മ യംകുറൂന, അവർ ചതിപ്രയോഗങ്ങൾ നടത്തുകയും അവരുടെ കുതന്ത്രങ്ങൾ മെനയുകയൊക്കെ ചെയ്യുന്നത് ആലോചിച്ചിട്ട് അങ്ങയുടെ മനസ്സിൽ ഒരു വിഷമവും ഉണ്ടാവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മശ്രിഖ് മുതൽ മഗ്രിബ് വരെ അവൻ്റെ ദീനെത്തിക്കും. അതന്നെയാണ് വിജയിക്കുക. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. മുശ്രിക്കുകൾക്കും നിഷേധികൾക്കുമൊക്കെ അതെത്ര അരോചകമാണെങ്കിലും ഉറപ്പാണെങ്കിലും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്.